കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 6-ന്റെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1. Delhi was the center of power in North India from the 8th century. In 17th century, the Marathas came into power in South India. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. By which name is the period between the 8th century and 18th century known in the Indian history? The 8th century and 18th century അതുവരെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ടീച്ചർ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. എന്തായിരുന്നു? മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടം. രണ്ടാമത്തേത്, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് കമ്പാരിസൺ on the geographical peculiarities that help Delhi and Maratha to become the centers of power. ഡൽഹിയും മറാത്തയും സെൻറ്റേഴ്സ് ഓഫ് പവർ ആവാൻ വേണ്ടി എന്തൊക്കെയാണ്? നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, കമ്പാരിസൺ ചെയ്ത് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. In the 18th CE, during the reign of which dance city did Delhi become the center of power? 8th centuryയിൽ ഡൽഹി സെൻറ്റർ ആയത് ആരുടെ ഡാൻസ് സിറ്റി സമയത്താണ്? തൊമാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരളാസ് ഫിസിയോഗ്രഫിക് characteristics, soil and climate are suitable for agriculture. We need to change ourselves to a lifestyle that uses it. Write down the benefits of every family cultivating vegetables for their needs. നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. വീടുകളിൽ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യുന്നതിന് ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ എയിം ഓഫ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ പെടാത്തത് ഇതിൽ ഏതാണ്? റബ്ബർ കൾട്ടിവേഷൻ. ആക്ടിവിറ്റി 3. ഡൽഹി കെയിം അണ്ടർ ദ റൂൾ ഓഫ് മുഗൾ ഫ്രം 1526. The Chola dance city became powerful during the 9th century in South India. Find out and mark the wrong statement. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ബാബർ captured Delhi in the first battle of Panipat. പാനിപ്പത്തിൻ്റെ 1ാമത്തെ യുദ്ധത്തിൽ ഡൽഹി ബാബർ പിടിച്ചെടുത്തു. ശരിയാണ്. അക്ബർ അഡോപ്റ്റഡ് ദ സിസ്റ്റം മൻസബ്ദാരി. അക്ബർ അഡോപ്റ്റ് ചെയ്ത സിസ്റ്റമാണ് മൻസബ്ദാരി. അതും ശരിയാണ്. The Mughal Empire expanded the most during the region of Akbar. അക്ബറിൻ്റെ സമയത്താണോ ഇത് എക്സ്പാൻഡ് ചെയ്തത്? നോ. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ടു വിച്ച് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ ഡിഡ് ദ ചോള എംപയർ സ്പ്രെഡ്? ഇതിൽ നിന്ന് കണ്ടെത്താനാണ്. സി ക്വസ്റ്റ്യൻ, prepare a note on the circumstances that caused the expansion of Chola dance city to the neighboring kingdom. ഇതും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉള്ളതായിരുന്നു. നാലാമത്തേത്, given below are the main sectors mentioned in the travelogues for the foreign travelers who visited India during the medieval period. അവർ പറഞ്ഞിട്ടുള്ള ഓരോ കോളത്തിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഇവിടെ നിന്ന് നോക്കി ഏതാണോ അതെടുത്ത് എഴുതാനുള്ളതാണ്. ഏത് സെക്ടറാണെന്ന് എടുത്ത് എഴുതാനുള്ളതായിരുന്നു. നെയിം ദ സിസ്റ്റം ദാറ്റ് ഗേവ് ലാൻഡ് ആസ് വേജസ് ടു ദ ഓഫീസേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ ആൻഡ് സുൽത്താനറ്റ് പീരീഡ്സ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുഗൾ പീരീഡിൽ ജാഗിർദാരി, സുൽത്താനറ്റിൽ ഇക്തയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദ സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വൺ.
സോഷ്യൽ സ്റ്റാറ്റസ് വാസ് നോട്ട് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്കുപ്പേഷൻ ആൻഡ് വെൽത്ത്. ഏതാണ് ശരിയായിട്ടുള്ളത്? തെറ്റാണ്. ഓൾ ദി പീപ്പിൾ ഹാഡ് ദ സെയിം കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. തെറ്റാണ്. Those who were engaged in agriculture and handicraft belonged to the lower social strata. അതാണ് ശരി. Evil customs like തെറ്റാണ്. Do you think the social and economic system of the Mughal period are suitable for the modern society? അത് നിങ്ങളുടെ കമൻറ്റ് എഴുതാനുള്ളതാണ്. ആറാമത്തെ ആക്ടിവിറ്റി ഗാർബേജ് ഡിസ്പോസലിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് any 2 schemes for the disposal of for waste at home. B question, prepare a poster to create awareness among the people on waste management. ഇതായിരുന്നു B question. Okay. 7th question, analyze the given table and note the differences between goods and service. ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനായിരുന്നു. വേർഡ് 1 കണ്ടെത്താനായിരുന്നു. C question, goods we need for our daily use should be produced as much as possible by ourselves. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? 8th question, the different type of crops according to the physiography of Kerala are given in the picture below. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഹൈലാൻഡ്, മിഡ്ലാൻഡ് പഠിച്ചിട്ടുള്ള, ലോലാൻഡ് പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ലേ? തീരപ്രദേശം, മലനാട്, ഇടനാട് പഠിച്ചില്ലേ? അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കൃഷികൾ നൽകിയിട്ടുണ്ട്. യാം, തപ്പിയോക്ക, കോക്കനട്ട് ട്രീ, റൈസ്, പ്ലാന്റെയിൻ, റബ്ബർ, കാർഡമം, ക്ലോവ്സ്, ടീ, കോഫി, ഇങ്ങനെ കുറച്ച് അവർ ചെയ്തിട്ടുള്ള ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നൽകിയിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ലാൻഡ് ടൈപ്പ് ഓഫ് കേരള ആൻഡ് ലിസ്റ്റ് ദ ക്രോപ്സ്. ഹൈലാൻഡ് മലനാട്, മിഡ്ലാൻഡ് ഇടനാട്, അതുപോലെ ലോലാൻഡ് തീരപ്രദേശം. ഇനി തീരപ്രദേശത്ത് തെങ്ങും നെല്ലും. മുകളിലാണെങ്കിൽ അറിയാലോ എന്തായിരുന്നു? സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വരുന്ന ടീ, സുഗന്ധവ്യഞ്ജനങ്ങളും ടീ, കോഫി അതൊക്കെയായിരുന്നു. മിഡ്ലാൻഡിൽ ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും റബ്ബറും അതൊക്കെ എവിടെയായിരുന്നു? മിഡ്ലാൻഡിലായിരുന്നു. അതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് കണ്ടെത്തി എഴുതാനുള്ളതായിരുന്നു 8th എ പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.